കർത്താവായ യഹോവേ, നിന്റെ നാമം സർവ്വഭൂമിയിലും എത്ര ശ്രേഷ്ഠമായിരിക്കുന്നുവെന്ന് തിരുവെഴുത്തിൽ കാണുന്നത് പോലെ ശ്രേഷ്ഠമേറിയ ത്രിയേക ദൈവത്തിൻ്റെ നാമത്തിന് ഞാൻ സ്തുതി സ്തോത്ര ബഹുമാനങ്ങൾ അർപ്പിക്കുന്നു. നമ്മുടെ പാപങ്ങൾക്ക് തന്നെത്താൻ പരിഹാരമായിട്ട് അർപ്പിച്ച ദൈവപുത്രനായ ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ ഉള്ള സ്നേഹവും വന്ദനവും എല്ലാവർക്കും ആദരവോടെ അറിയിക്കുകയും ചെയ്യുന്നു. ഇന്നലെ രാത്രി യാത്ര തിരിച്ച് ക്ഷേമത്തോടെ ഇന്ന് ഉച്ച കഴിഞ്ഞ് ഇവിടെ എത്തുവാനും ഇവിടുത്തെ മീറ്റിംഗ് അനുഗ്രഹകരമായി ഇതിനു മുമ്പ് നടത്തപ്പെടുവാനും കർത്താവ് സഹായിച്ചു. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനകൾക്ക് പ്രത്യേകാൽ നന്ദി. ഞങ്ങൾ നേരത്തെ ശുശ്രൂഷിച്ച ഒരു സ്ഥലമെന്ന നിലയിൽ വളരെ സന്തോഷമുണ്ട്. ഞങ്ങളുടെ സമയത്ത് രക്ഷിക്കപ്പെട്ട പ്രിയപ്പെട്ടവരെ ഒന്നും കൂടെ കാണുവാൻ അപ്പനും മക്കളും തമ്മിലുള്ള ഒരു കൂടിക്കാഴ്ച പോലെ പറഞ്ഞറിയിക്കാൻ ഒക്കാത്ത ഒരു സന്തോഷമാണത്. സ്തോത്രം. അതുപോലെ അതിനുശേഷം രക്ഷിക്കപ്പെട്ടവരുമുണ്ട്. ചിലർ ഇന്നൊന്ന് പറയായിരുന്നു, പാസ്റ്ററുടെ സമയത്തല്ല ഞങ്ങൾ വിശ്വാസത്തിൽ വന്നതെങ്കിലും ഞങ്ങൾക്ക് നിങ്ങളെ നന്നായിട്ട് അറിയാമെന്ന്. കർത്താവ് അങ്ങനെ സഹായിക്കുന്നു. ഞാൻ മുമ്പും ഒരിക്കൽ പറഞ്ഞതുപോലെ ഞങ്ങളുടെ സമ്പത്ത് എന്ന് പറയുന്നത് ഭൂമിയിൽ വെച്ച് ഞങ്ങളുടെ സമ്പത്തെന്ന് അവകാശപ്പെടാൻ കഴിയുന്ന രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്ന് പുത്രസമ്പത്ത്, മറ്റൊന്ന് ശിഷ്യസമ്പത്ത്. പണമോ പ്രശസ്തിയോ വണ്ടിയോ വീടോ ഇതൊന്നും ഒരുപക്ഷെ ഒരു ഉപദേശിക്ക് ഈ ഭൂമിയിൽ കിട്ടിയെന്ന് വരില്ല. പക്ഷേ കർത്താവിൻ്റെ വേലയിൽ ഞങ്ങളായിരിക്കുമ്പോൾ ലഭിക്കുന്ന ഏറ്റവും വലിയ സമ്പാദ്യം ഇതാണ്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും അങ്ങനെയുള്ളവർ ഉണ്ടാകും. അപ്പം ആ ഒരു സന്തോഷം വളരെ പറഞ്ഞറിയിക്കുവാൻ കഴിയാത്ത തരത്തിലുള്ളതാണ്. അതിൽ ചിലർ പുത്രന്മാരുമാണ്, ശിഷ്യന്മാരുമാണ്. അങ്ങനെയുണ്ട്. സ്തോത്രം. പിന്നെ ഈ നിങ്ങളുടെ പ്രാർത്ഥന ആഗ്രഹിക്കുന്നു. കർത്താവ് നമ്മെ ഒരുമിച്ച് സഹായിക്കുമാറാകട്ടെ. ഇവിടെ കാലാവസ്ഥ തണുപ്പായതുകൊണ്ടാണ് ഞാൻ അല്പം സാധാരണമല്ലാത്ത വേഷത്തിലിരിക്കുന്നത്. ആരും വീഡിയോയിലൊക്കെ പിന്നീട് കാണുന്നവർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പറഞ്ഞേ ഉള്ളൂ. നമുക്കിനിയും നമ്മൾ പഠിച്ചു വരുന്ന തിരുവചന ഭാഗത്തേക്ക് ശ്രദ്ധ കൊണ്ടുപോകാം. ഇന്നൊരല്പം നേരത്തെ ഞാൻ ചിലപ്പം നിർത്തിയേക്കും, ഇവിടുത്തെ സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട്. എബ്രായ ലേഖനം 1-ാമത്തെ അധ്യായം നമ്മളിപ്പോൾ 8 മുതലുള്ള വാക്യങ്ങളാണല്ലോ പഠിക്കുന്നത്. നമുക്ക് ഒന്നും കൂടെ 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചുകൊണ്ട് തുടരാം. പുത്രനോടോ, ദൈവമേ, നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളത്. നിന്റെ രാജ്യത്വത്തിന്റെ ചെങ്കോൽ നേരുള്ള ചെങ്കോൽ. നീ നീതിയെ ഇഷ്ടപ്പെടുകയും ദുഷ്ടതയെ ദ്വേഷിക്കുകയും ചെയ്തിരിക്കയാൽ ദൈവമേ, നിന്റെ ദൈവം നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു എന്നും, കർത്താവെ, നീ പൂർവ്വകാലത്ത് ഭൂമിക്ക് അടിസ്ഥാനമിട്ടു, ആകാശവും നിന്റെ കൈകളുടെ പ്രവൃത്തി ആകുന്നു. സ്തോത്രം. നമ്മൾ ആ ഭാഗങ്ങളിൽ നിന്ന് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ
ദൈവത്വം നിമിത്തം ദൂതന്മാരെക്കാൾ നമ്മുടെ കർത്താവ് ശ്രേഷ്ഠനായിരിക്കുന്നു എന്ന വസ്തുതയാണല്ലോ പഠിച്ചു വരുന്നത്. അതിൽ ഈ ഭാഗങ്ങളിൽ പിതാവ് പുത്രനെ ദൈവമേ എന്ന് സംബോധന ചെയ്യുന്ന അപൂർവം ചില ഭാഗങ്ങളും പ്രസ്താവനകളുമാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. തൃത്വത്തിനിടയിലുള്ള ഒരു സംഭാഷണവും നമുക്കിവിടെ കാണാം. നമ്മുടെ വീഡിയോകൾ യൂട്യൂബിൽ കാണുന്ന ചിലർ തൃത്വനിഷേധികളാണ്. നിങ്ങൾ ദൈവമെന്ന് സ്തുതിക്കുന്ന ദൈവം മോശയുടെയും അബ്രഹാമിൻ്റെയും യേശുവിൻ്റെയും ഒക്കെ ദൈവമാണോ? ആ ഏക സത്യദൈവമാണെങ്കിൽ പിന്നെ യേശു അങ്ങനെ ദൈവമാകുന്നത്? ഇപ്പം നിങ്ങൾക്ക് ഒന്നിലധികം ദൈവങ്ങൾ ഉണ്ടോ എന്നൊക്കെ കമൻ്റ് ഇട്ടിട്ടുണ്ട്. ആവർത്തിച്ച് ഞങ്ങൾ പറയട്ടെ, ബൈബിൾ പരിചയപ്പെടുത്തുന്നത് ഏക സത്യദൈവത്തെയാണ്. ആ ദൈവത്തിൻ്റെ ബീയിങ് എന്ന് പറയുന്നത് ദൈവത്വവും അത് ഏകവും ആയിരിക്കുമ്പോൾ തന്നെ ആ ബീയിങ്ങിൽ 3 പേഴ്സൺസ് ഉണ്ട്, 3 വ്യക്തികളുണ്ട്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നാണ് ആ 3 പേരുടെ പേര്. ഈ 3 വ്യക്തികൾ ചേർന്നാണ് ഏക ദൈവത്വത്തിൽ ഏക ദൈവമായിരിക്കുന്നത്. 3 പേരും ദൈവങ്ങൾ എന്ന ബഹുവചനം, ദൈവങ്ങൾ അല്ല, 3 പേരും കൂടെ ചേർന്ന ഒരു ഏക സത്യ നിത്യ ദൈവമാണ് ഞങ്ങൾക്കുള്ളത്. സ്തോത്രം. ആ ത്രിയേകത്വം എന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ ആവർത്തിച്ച് പറയുന്നത്. ആ പിതാവായ ദൈവം പുത്രനെക്കുറിച്ചും പുത്രനോടും പറയുന്നു, പുത്രൻ ദൈവമാണെന്ന്. ദൈവമേ എന്ന് പുത്രനെ സംബോധന ചെയ്യുന്നു. തൃത്വം തമ്മിൽ സംസാരിക്കുന്നു. തൃത്വം, പരിശുദ്ധ തൃത്വം തമ്മിൽ സംബോധന ചെയ്യുന്നു. സ്തോത്രം. അതാണ് നാം ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ഭാഗങ്ങൾ നാം കണ്ടുവല്ലോ, അതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല. അപ്പം നമ്മൾ ദൈവത്വം നിമിത്തം യേശുക്രിസ്തു ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനായിരിക്കുന്നെന്ന് കണ്ടു. അതുപോലെ യേശുക്രിസ്തുവിൻ്റെ നിത്യരാജത്വത്തെ സംബന്ധിച്ചും കണ്ടു. അത് നിമിത്തവും ക്രിസ്തു ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനായിരിക്കുന്നു. ഇന്നലെ നമ്മൾ കണ്ടത് ദൈവത്വത്തിൻ്റെ പ്രകൃതമായിരുന്നു. നീ നീതിയെ ഇഷ്ടപ്പെട്ടു, ദുഷ്ടതയെ ദ്വേഷിക്കുന്നു എന്ന ഭാഗം. അപ്പോഴാണ് അത് ദൈവത്വത്തിൻ്റെ ഒരു സ്വഭാവമാണ്, പ്രകൃതമാണ് എന്നും ആ യേശുവിനെ അല്ലെങ്കിൽ ആ ദൈവത്തെ പിൻപറ്റുന്ന വിശുദ്ധന്മാരുടെ ജീവിതത്തിലും അതേ സ്വഭാവവും പ്രകൃതവും ഉണ്ടായിരിക്കണമെന്നും നമ്മൾ കണ്ടത്. അതിൽ നാം പാപത്തെ വിട്ടകലുന്നവർ മാത്രമല്ല, പാപത്തെ ഹൃദയം കൊണ്ട് വെറുക്കുന്നവരും കൂടെ ആയിരിക്കണം എന്ന് നാം മനസ്സിലാക്കി. നമ്മൾ താമസിക്കുന്ന വീടിനകത്ത്, റൂമിനകത്ത് ഒരു ക്ഷുദ്രജീവി, ഒരു പോയ്സണസ് സ്നേക്ക്, അല്ലെങ്കിൽ ഒരു തേള്, ഒരു ചെറിയ പഴുതാര, ചിലർക്ക് ഇത്രയൊന്നും വേണ്ട, ഒരു പാറ്റ വന്നാൽ മതി, ഒരു കോക്രോച്ച്, ഒരു ലിസാർഡ്, ഒരു പല്ല് കയറിയാൽ മതി, അപ്പോൾ ഇവൻ ആ റൂമിൽ കയറത്തില്ല, ആ വീട്ടിൽ കയറത്തില്ല.
കുളിച്ചുകൊണ്ട് നിൽക്കുന്നതിനിടയ്ക്കും കാണും ബാത്റൂമിൽ ഇതുപോലെയുള്ള വല്ല കോക്രോച്ചിനെയോ ലിസാർഡിനെയോ കണ്ടാൽ വിളിച്ചുകൂടി ചാടുന്നവരെ എനിക്കറിയാം. അപ്പോൾ നമ്മൾ താമസിക്കുന്ന വീട്ടിലോ മുറിയിലോ ഇതുപോലെയുള്ള എന്തെങ്കിലും ഒരു പ്രാണി വന്നു കയറിയാൽ അത് ഇറങ്ങിപ്പോയി എന്ന് ഉറപ്പുവരുത്തുന്നത് വരെ നമുക്ക് സ്വസ്ഥത കാണത്തില്ല. ആ ഒരു സാന്നിധ്യം, ആ ക്ഷുദ്രജീവികളുടെ സാന്നിധ്യം നമ്മെ വല്ലാതെ ശല്യപ്പെടുത്തും, വല്ലാതെ അലട്ടും. നമുക്കവയോട് വെറുപ്പും ഭയവുമൊക്കെ ഉണ്ട്. അതിനേക്കാൾ എത്രയോ ഭീകരമായി നമ്മുടെ അകത്തുണ്ടായിരിക്കേണ്ട ഒരു സംഗതിയാണ് പാപത്തോടുള്ള വെറുപ്പും നമ്മുടെ തന്നെ അകത്ത് കിടക്കുന്ന പാപങ്ങളോടുള്ള നമ്മുടെ വിദ്വേഷവും. അത് നമ്മൾ വളർത്തിയെടുക്കണം. പാപത്തോടുള്ള വെറുപ്പ് അല്ലെങ്കിൽ പാപത്തോടുള്ള വിദ്വേഷം നമ്മൾ വളർത്തണം. We should grow, we should cultivate the sacred hatredness towards sin in our lives. We should cultivate it. സ്തോത്രം. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അങ്ങനെയുള്ള ഒരു വിദ്വേഷം കർത്താവേ എന്നിലങ്ങ് ജനിപ്പിക്കണമേ എന്ന്. സ്തോത്രം. അപ്പോൾ ആ ഒരു സ്ഥിതി, ആ ഒരു നിലപാട് നമ്മളുണ്ടായിരിക്കണം. അതായിരുന്നു നമ്മൾ ഇന്നലെ കണ്ടുകൊണ്ടിരുന്നത്. ഒടുവിൽ ചില ചോദ്യങ്ങളുമൊക്കെ അതുമായിട്ടനുബന്ധിച്ചുണ്ടായി. ഒരുപക്ഷെ ചോദ്യങ്ങളെല്ലാം തീർന്നോ? മറ്റെന്തെങ്കിലും അതുമായി അനുബന്ധിച്ച്? ഒന്നുമില്ലെങ്കിൽ നമ്മൾ മുൻപോട്ട് പോവുകയാണ്. ഇന്നലെ എനിക്ക് ഉടൻ തന്നെ ഇറങ്ങേണ്ടിയിരുന്നത് കൊണ്ട് പെട്ടെന്ന് നിർത്തി ഞാനങ്ങ് പോരുകയായിരുന്നല്ലോ. അപ്പോൾ നമ്മുടെ അകത്ത് പാപത്തോടുള്ള വെറുപ്പും വിദ്വേഷവും ഒരു തരത്തിലും അനുരഞ്ജനം ചെയ്യാത്ത അൺകോംപ്രമൈസിങ് സ്റ്റേറ്റ് ഓർ കണ്ടീഷൻ നമ്മുടെ അകത്തുണ്ടായിരിക്കണം. നമ്മുടെ ഉള്ളിൽ അങ്ങനെയുള്ള ഒരു അവസ്ഥ ഉണ്ടാകണം. സ്തോത്രം. നമ്മളതിനെ വളർത്തിയെടുക്കണം. എല്ലായിടത്തും ഒരുപക്ഷെ നമുക്ക് നമ്മുടെ എതിർപ്പുകൾ അറിയിക്കാനോ പ്രതികരിക്കാനോ സാധിച്ചു എന്ന് വരികയില്ല. അത് സാധിക്കുന്ന ഇടത്ത് നമ്മളത് ചെയ്യണം. പക്ഷേ ക്രൈസ്തവ്യമായ രീതിയിൽ മാത്രമേ ആകാവൂ. വിശുദ്ധി എന്ന് പറയുന്നത് ഒരിക്കലും പാപത്തെ ഉൾക്കൊള്ളാനാകാത്ത ഒരവസ്ഥയാണ്. God's holiness means God's hatredness towards sin. God's holiness means God's uncomprehending nature. In no way God can comprehend and compromise sin. ഒരു തരത്തിലും പാപത്തെ ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരവസ്ഥയാണ്. അതിനെ പുറന്തള്ളും. നമ്മൾ ഭക്ഷണത്തിലെങ്ങാണ് എന്തെങ്കിലും നമുക്ക് പിടിക്കരുതാത്തത് കഴിച്ചാൽ
ചിലപ്പോൾ വായിക്ക് രുചികരമായി തോന്നിയെങ്കിലും വയറിന് രുചികരമായി തോന്നാത്തപ്പോൾ അത് നമ്മൾ വൊമിറ്റ് ചെയ്യും, ഛർദ്ദിച്ച് പുറന്തള്ളും. ആ അംശം മൊത്തമായും വയറ്റിൽ നിന്ന് പോകുന്നത് വരെ ആ അസ്വസ്ഥത നമ്മെ അലട്ടും. ഒന്നിലധികം പ്രാവശ്യം ചിലപ്പോൾ ഛർദ്ദിച്ചെന്ന് വന്നേക്കാം. അപ്പം ഉൾക്കൊള്ളാൻ ഒക്കാത്ത ഒന്നിനെ നമ്മുടെ വയറ് അല്ലെങ്കിൽ നമ്മുടെ ദഹനവ്യൂഹ വ്യവസ്ഥ, ഡൈജസ്റ്റീവ് സിസ്റ്റം പുറന്തള്ളുന്നു. ഇങ്ങനെ ലോകത്തിൻ്റെ ഈവൻ നിർജീവമായ ചില വ്യവസ്ഥകളിൽ പോലും അങ്ങനെയുണ്ട്. നിർജീവമായ ചില വ്യവസ്ഥകളിൽ പോലും. ഇന്ന് രാവിലെ ഞാൻ എനിക്കിവിടെ നിന്നും തിരികെ വരാനുള്ള ഒരു ടിക്കറ്റ് തത്കാൽ ബുക്ക് ചെയ്യായിരുന്നു. IRCTC എന്ന റെയിൽവേയുടെ ടിക്കറ്റ് ബുക്കിംഗ് സൈറ്റിൽ ഞാൻ സാധാരണ ഉപയോഗിക്കുന്ന എൻ്റെ അക്കൗണ്ട് തത്കാലിൻ്റെ സമയത്തായിരുന്നതുകൊണ്ട് അവരിങ്ങനെ ഓപ്പൺ ചെയ്യാൻ സമ്മതിക്കാതിരുന്ന് ഓരോ പ്രാവശ്യം പറയും ഇത് തെറ്റാണ്, അത് തെറ്റാണ്. ഒടുവിൽ പറഞ്ഞു മൾട്ടിപ്പിൾ ടൈംസ് തെറ്റായ ഇൻഫോർമേഷൻ തന്നതുകൊണ്ട് ഇന്നത്തേക്ക് തന്നെ ബ്ലോക്ക് ചെയ്തിരിക്കുന്നു. ഞാൻ പിന്നെ വേറെ ഒരു സൈറ്റ് ഉപയോഗിക്കാതിട്ടേക്കുന്ന ഒരെണ്ണം ഉണ്ടായിരുന്നു. ഒടുവിൽ അത് തപ്പിയെടുത്തു, അതിൽ ബുക്ക് ചെയ്യാൻ നോക്കിയപ്പോൾ ഇപ്പോഴത്തെ നിയമം തത്കാല ചെയ്യണമെങ്കിൽ ആധാർ കാർഡ് KYC ആയിട്ട് കൊടുക്കണം. ആധാർ കാർഡ് നമ്പർ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ തത്കാൽ ബുക്കിംഗ് നടക്കത്തില്ല. അങ്ങനെ അത് ചെയ്യാൻ നോക്കി. ആധാർ കാർഡിൽ എൻ്റെ പേര് എനിക്ക് തോന്നുന്നു VO വർഗീസ് എന്നാണ് കിടക്കുന്നത്. ഈ സൈറ്റിൽ ഞാൻ വർഗീസ് VO എന്നായിട്ടിരുന്നത്. ബാക്കിയെല്ലാം കൊടുത്തപ്പോൾ പറഞ്ഞു ബയോമെട്രിക് സംഗതിയായിട്ട് ഇത് യോജിക്കുന്നില്ല. റിജക്റ്റ് ചെയ്തു, പുറന്തള്ളി, വൊമിറ്റ് ചെയ്തു. അതാ ഞാനീ പറഞ്ഞു വരുന്നത്. പിന്നെ ഞാൻ പ്രൊഫൈല് ചേഞ്ച് ചെയ്തു, പേര് തിരിച്ചിട്ടു, VO വർഗീസ് എന്നിട്ട് നമ്പർ കൊടുത്തപ്പോൾ അക്സെപ്റ്റ് ചെയ്തു. ഇപ്പം നിർജീവമായ വസ്തുക്കളോ സിസ്റ്റംസ് വ്യവസ്ഥിതികളോ പോലുമുണ്ട്. ചില കാര്യങ്ങൾ അതിൻ്റെതായ രീതിയിലല്ലെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യത്തില്ല, പുറന്തള്ളും. ഇതിപ്പം ഇൻ്റർനെറ്റിലോ കമ്പ്യൂട്ടറിലോ ഒക്കെ ആയതുകൊണ്ട് അപ്രൂവ് ചെയ്തില്ലെന്നേ ഉള്ളൂ, വേറെ ദോഷമൊന്നുമില്ല. ഇലക്ട്രിസിറ്റിക്കകത്താണെങ്കിലോ യോജ്യമല്ലാത്തത് ഇട്ടുകൊടുത്താൽ കത്തിച്ചാമ്പലാകും. ഇനി ഒന്നുമില്ലെങ്കിൽ ഫ്യൂസെങ്കിലും പോകും. അപ്പം ദൈവം സൃഷ്ടിച്ച വ്യവസ്ഥിതികൾ പോലും ജീവനുള്ളവയിലും ജീവനില്ലാത്തവയിലും ഇങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധി എന്ന് പറയുന്നത് ഒരു തരത്തിലും ദൈവപ്രകൃതത്തിന് യോജ്യമല്ലാത്തതിനെ ഉൾക്കൊള്ളുന്നില്ല എന്നതാണ്. കർത്താവ് അതിനെ ഒരു ദാക്ഷിണ്യവുമില്ലാതെ പുറത്തേക്ക് തള്ളിക്കൊണ്ടിരിക്കും, വൊമിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് ദൈവത്തിൻ്റെ വിശുദ്ധി. ഇതുപോലെ നമ്മുടെ അകത്തും പാപത്തോട് വല്ലാത്ത വെറുപ്പ് നമുക്കുണ്ടാകണം. ന്യായമല്ലാത്തതിനോട്, വിശുദ്ധമല്ലാത്തതിനോട്, സത്യമല്ലാത്തതിനോട് ഒക്കെ വല്ലാത്ത ഒരു വിയോജിപ്പും വെറുപ്പും. അത് നമുക്ക് ഉത്തരവാദിത്വപ്പെട്ട സ്ഥലങ്ങളിൽ തീർച്ചയായും അത് ക്രൈസ്തവ്യമായ രീതിയിൽ പ്രതിഫലിപ്പിക്കാം, പ്രകടിപ്പിക്കാം. നമ്മുടെ അഭിപ്രായങ്ങൾ, നമ്മുടെ ആശയങ്ങൾ അവിടെ വയ്ക്കാം. പണ്ടും ഞാൻ പറഞ്ഞിട്ടുള്ളതുപോലെ കമ്മിറ്റിയിലാണ്, കൗൺസിൽ മീറ്റിങ്ങിലാണ്, ചിലപ്പോൾ ഭൂരിപക്ഷമേ അവിടെ നടക്കൂ. ഭൂരിപക്ഷ അഭിപ്രായത്തിനെ അവിടെ സ്ഥാനമുള്ളൂ. എങ്കിലും ഭൂരിപക്ഷം കൊണ്ട്
അന്യായമായ ഒരു കാര്യം ഒരുപക്ഷെ നടപ്പിലായി എന്ന് വന്നേക്കാം. പക്ഷെ അവിടെയും നമ്മൾ അത് അന്യായമാണ്, വചനപ്രകാരം തെറ്റാണ് എങ്കിൽ നമ്മുടെ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്താം. നമ്മുടെ സുപ്രീം കോടതിയിൽ വരെ നമ്മൾ കാണുന്ന കാര്യമാണല്ലോ. 3 ജഡ്ജിമാർ ഒരു വിഷയത്തിൽ ഒരു ബെഞ്ച് നിയമിക്കപ്പെടുന്നെങ്കിൽ 2 പേര് എന്ത് തീരുമാനിക്കുന്നുവോ അതേ നടക്കുള്ളൂ. അത് ന്യായമായാലും അന്യായമായാലും 2 പേരുടെ തീരുമാനമേ അവിടെ വിലപ്പോകൂ. അപ്പോൾ മൂന്നാമത്തെ ആൾ എന്നാൽ പിന്നെ നിങ്ങൾ രണ്ടും അങ്ങനെയാണെങ്കിൽ ഞാനും അതിനോടങ്ങ് യോജിക്കുന്നു എന്നല്ല പറയുന്നത്. അതിൽ വിധിപ്രസ്താവത്തിൽ തികച്ചും രേഖപ്പെടുത്താറുണ്ട്. വിയോജനക്കുറിപ്പെന്നാണ് അതിനെ വിളിക്കുന്നത്. ഇന്ന ജഡ്ജി ഇതിനോട് വിയോജിക്കുന്നു. വിയോജനക്കുറിപ്പ് എഴുതാതെ വേണമെങ്കിൽ ഒക്കെ ഭൂരിപക്ഷത്തോട് ചേരാം. ഇതുപോലെ നമുക്കും നമ്മുടെ കുടുംബത്തിലായാലും സഭയിലായാലും സമൂഹത്തിലായാലും ചെയ്യുവാനായിട്ട് സാധിക്കും. അത് ഈ പറഞ്ഞതുപോലെ ക്രൈസ്തവ്യമായ രീതിയിലേ ആകാവൂ എന്ന് മാത്രം. നമ്മൾ കോപിഷ്ഠരായി അരുതാത്തതൊക്കെ പറഞ്ഞ് അരുതാത്ത രീതിയിൽ ഒന്നും അല്ല. ചിലപ്പോൾ നമ്മുടെ ശാന്തമായിട്ടുള്ള ക്രിസ്തീയമായ രീതിയിലെ പ്രതികരണത്തെ പോലും മറുപക്ഷം തെറ്റായിട്ട് ചിത്രീകരിക്കാം. അതുണ്ടാകും. അതിന് സാധ്യതയുണ്ട്. അത് തള്ളിക്കളയുന്നില്ല. അവർ അങ്ങനെ ചിത്രീകരിച്ചാൽ പോലും നമുക്ക് ദൈവം തന്നിട്ടുള്ള ബോധ്യം, ദൈവവചനപ്രകാരം ശരിയായിട്ടുള്ളത് ഇന്നതാണെന്ന ബോധ്യമുണ്ടെങ്കിൽ നമുക്കതൊരു അഭിപ്രായമായിട്ടെങ്കിലും അവിടെ പറയാം. എന്നാൽ എല്ലായിടത്തും ചിലപ്പോൾ നമുക്കതിന് കഴിഞ്ഞു എന്ന് വരില്ല. അങ്ങനെ പ്രതികരിക്കാൻ കഴിയാത്ത ഇടങ്ങളിൽ നമുക്കൊന്നു മാത്രമേ ചെയ്യാൻ പറ്റൂ. ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ യെരുശലേം എന്ന വിശുദ്ധ നഗരത്തിൽ നടന്നുകൊണ്ടിരുന്ന സകല മ്ലേച്ഛതകളും നിമിത്തം നെടുവീർപ്പിട്ട് കരയുന്ന ഒരു കൂട്ടം പുരുഷന്മാരെ അവിടെ പ്രവാചകന് കാണിച്ചു കൊടുത്തു. അതുപോലെ നമുക്കും എന്ത് ചെയ്യാം? ഉള്ളിൽ ഞരങ്ങാം, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഇനിയല്ല നമുക്ക് പ്രതികരിക്കാൻ പോലും അവസരമുണ്ടെങ്കിലും നമ്മുടെ പ്രതികരണത്തെക്കാൾ പ്രധാനം നമ്മുടെ ഉള്ളിൻ്റെ ഞരക്കവും ദൈവസന്നിധിയിലെ പ്രാർത്ഥനയുമാണ്. പ്രശ്നം പലയിടത്തും ഉണ്ടാകുന്നത് പ്രാർത്ഥിക്കാതെ പ്രതികരിക്കാൻ മാത്രം പോകുന്നതുകൊണ്ടാണ്. അതുണ്ടാകരുത്. പ്രതികരണത്തെക്കാൾ അധികവും പ്രാർത്ഥനയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ദൈവം പ്രതികരിക്കുന്നതിനുള്ള അവസരങ്ങൾ തന്നെ ഒരുക്കിത്തരും. അത് ചിലപ്പോൾ നമ്മുടെ സമയത്താകണമെന്നില്ല. ഞങ്ങൾക്ക് കുടുംബമായിട്ട് അനുഭവമുള്ള ഒത്തിരി സംഭവങ്ങളുണ്ട്. അതിൽ ഒന്ന്, ഞാൻ സ്ഥലം ഒന്നും പറയുന്നില്ല, വ്യക്തികളുടെ പേരും ഞാൻ എടുക്കുന്നില്ല. ഞങ്ങളുടെ നാട്ടിൽ ഒരു സ്ഥലത്ത് പലപ്പോഴായി പല നിലകളിൽ രക്ഷിക്കപ്പെട്ട കുറച്ചു പേർ, പല സ്ഥലങ്ങളിൽ കൂട്ടായ്മകൾക്ക് പോകുന്നവർ, അങ്ങനെ കുറച്ചു പേർ ഉണ്ടെന്ന് കണ്ടെത്തി. അങ്ങനെ ഞങ്ങൾ എവിടെയെങ്കിലുമൊക്കെ വല്ലപ്പോഴും കൂടിയിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ഇവിടെ ഈ സ്ഥലങ്ങൾക്കിടയിൽ ഒരു കൂട്ടായ്മ, ഒരു സഭ, ഏതെങ്കിലും പ്രസ്ഥാനത്തിൻ്റെത് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു, പ്രാർത്ഥിച്ചു. ഒടുവിൽ ഇറ്റ് വാസ് ഇൻ 1989, 1989 ഞങ്ങളീ പറഞ്ഞ സ്ഥലത്തിൻ്റെ ഇടയിലുള്ള ഒരിടത്ത് ഒരു സഭ, ഒരു പ്രസ്ഥാനത്തിൻ്റെ സഭ ആരംഭിച്ചു. അതൊന്നും ഞാൻ ഏത് പ്രസ്ഥാനമാണെന്ന് ഞാൻ പറയുന്നില്ല. വളരെ സന്തോഷത്തോടെ ആ സഭ വളരുകയും ചെയ്തു. പക്ഷേ ഒരു വർഷത്തിനകം തന്നെ ആ സഭാ നേതൃത്വം 3 പാസ്റ്റർമാരെ മാറ്റി. ഒരു കൊല്ലത്തിനകം. നേതൃത്വത്തിൻ്റെ താല്പര്യം അനുസരിച്ച്. സഭയ്ക്ക് അതൊട്ടും ഇഷ്ടപ്പെട്ടില്ല.
ഏറ്റവും ഒടുവിൽ അവിടെ വളരെ നന്നായിട്ട് ശുശ്രൂഷിച്ചു കൊണ്ടിരുന്ന ഒരു കർത്താവിൻ്റെ ദാസനെ ആ പ്രസ്ഥാനത്തിൻ്റെ മുഖ്യാലയത്തിലേക്ക് വിളിച്ചു വരുത്തി ട്രാൻസ്ഫർ ഓർഡർ കൊടുത്തു. പക്ഷേ സഭയിലെ ഒരു സഹോദരൻ അതിന് തൊട്ട് തലേ ദിവസം അതേക്കുറിച്ച് ദർശനം കണ്ടു. ഇദ്ദേഹത്തെ ഇങ്ങനെ മുഖ്യാലയത്തിലേക്ക് വിളിക്കുന്നതും ട്രാൻസ്ഫർ കൊടുക്കുന്നതും അദ്ദേഹം സഭയിൽ വന്ന് പറയുന്നതും പറഞ്ഞപ്പോൾ സഭ അതിനോട് വിയോജിപ്പറിയിച്ചതും, എന്നാൽ പോകുന്ന എന്നേക്കാൾ വളരെ ശ്രേഷ്ഠനായൊരു ദൈവദാസനാണ് വരുന്നതെന്ന് പറഞ്ഞ് സഭയെ അദ്ദേഹം ആശ്വസിപ്പിക്കുന്നതും, എന്നാൽ വരാൻ പോകുന്ന ദൈവദാസനെ സഭയിൽ പരിചയപ്പെടുത്തിയപ്പോൾ ഈ ദർശനം കണ്ട സഹോദരൻ കാണുന്നത് പുതുതായിട്ട് വരുന്ന പാസ്റ്ററുടെ ഉടുത്തിരിക്കുന്ന മുണ്ട് കീറിയിരിക്കുന്നു, മുകൾ തൊട്ട് അടിവരെ. അദ്ദേഹം അത് അറിയുന്നില്ല. സഭയിൽ വന്ന് പരിചയപ്പെടുത്തുന്ന സമയത്ത് തൻ്റെ നഗ്നത വെളിവാകുന്നു. എന്നിട്ട് ഇവൻ തുമ്പുകെട്ട ഇടയൻ എന്നൊരു ശബ്ദവും ആ സഹോദരൻ ദർശനത്തിൻ്റെ ഒടുവിൽ കേൾക്കുന്നു. ഈ വന്ന പാസ്റ്ററോടൊപ്പം ഒരു സ്ത്രീയും ഒരു മകനും കൂടെയുണ്ട്. ഇത്രയും ഈ സഹോദരൻ കണ്ടു. ഈ മാറിപ്പോകുന്ന പാസ്റ്റർ ഈ സഹോദരൻ്റെ വീട്ടിലാണ് ട്രാൻസ്ഫർ ഓർഡറുമായിട്ട് ആദ്യം വന്നത്. വന്നപ്പോൾ തന്നെ അദ്ദേഹം ട്രാൻസ്ഫർ ആണെന്ന് പറയുന്നതിന് മുമ്പ് തന്നെ ഈ ദർശനം കണ്ട സഹോദരൻ ഈ കാര്യമെല്ലാം പറഞ്ഞു. എന്നിട്ട് ഈ സഹോദരൻ പറഞ്ഞു, പാസ്റ്റർക്ക് ട്രാൻസ്ഫർ ആണെങ്കിൽ ദയവ് ചെയ്ത് പാസ്റ്റർ പോകുന്നെങ്കിൽ പോവുക, പക്ഷെങ്കിൽ ഇപ്പോൾ ഇങ്ങോട്ട് വരാൻ നിർത്തിയിരിക്കുന്ന ആളിനെ വിടരുത്. അദ്ദേഹത്തിൻ്റെ നഗ്നത വെളിവായി ലജ്ജിതനാകും. താൻ തുമ്പുകെട്ട ഇടയനാണ്, തൻ്റെ ഈ സഭയിലേക്ക് വിടരുത്. പക്ഷേ അദ്ദേഹമാകട്ടെ സഭാ നേതൃത്വമാകട്ടെ ഒന്നും അവരാരും തന്നെ ഈ കാര്യം പരിഗണിച്ചില്ല. മറ്റൊരാളിനെ സഭയിലേക്ക് വിട്ടു. ഒടുവിൽ അദ്ദേഹം 1 വർഷത്തോളം അവിടെ ഇരുന്നു. എന്നാൽ അതിനോടകം ഈ ദർശനത്തിൽ കണ്ടതുപോലെയുള്ള എല്ലാ സംഭവങ്ങളും നടന്നു. പക്ഷേ ഈ ദർശനം കണ്ട സഹോദരനെയും തൻ്റെ വീട്ടുകാരെയും ആ സഭക്കാർ അപമാനിച്ചിറക്കി വിട്ടു. ആ സഭയിൽ നിന്ന്, ആ സഭയിലെ ആ കുടുംബത്തിലെ ചിലർ അപ്പോഴും സഭായോഗത്തിൽ സംബന്ധിച്ചു കൊണ്ടിരുന്നു. ഈ ദർശനം കണ്ട സഹോദരനും 1-2 പേരും വല്ലാതെ പരിഹസിച്ചവരെ ഇറക്കി വിട്ടതുകൊണ്ട്, അവർ പറയുന്ന ദൈവാലോചനകൾ ആ സഭ ഉൾക്കൊള്ളാതിരുന്നത് കൊണ്ടും അവർ ഞായറാഴ്ചകളിൽ പോലും വീട്ടിൽ തന്നെ ഇരുന്ന് ഞരങ്ങി ഉപവസിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു, സഭയിൽ പോയിരുന്നില്ല. എന്നാൽ ഈ കണ്ട ദർശനത്തിനനുസരിച്ച് ഏതാണ്ട് 9 മാസം തികയുന്നതിന് മുമ്പ് തന്നെ ആ പാസ്റ്റർക്ക് ലജ്ജിതനായി അവിടം വിട്ട് ഓടിപ്പോകേണ്ട ഒരു സ്ഥിതി ഉണ്ടായി. ഇത് കഴിഞ്ഞപ്പോൾ ഈ സംഭവങ്ങളൊക്കെ നേതൃത്വത്തിൽ വരെ എത്തുകയും നേതൃത്വത്തിൽ നിന്നും അയക്കപ്പെട്ട എൻക്വയറി നേതാക്കന്മാരൊക്കെ ഈ ദർശനം കണ്ട പരിഹസിച്ചിറക്കി വിടപ്പെട്ട സഹോദരൻ്റെ വീട്ടിൽ വന്നിട്ട്, നിങ്ങൾ തീർച്ചയായിട്ടും വരണം, ഈ വിഷയങ്ങളിൽ നിങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങളെ അറിയിക്കണമെന്നും പറഞ്ഞ് വിശേഷാൽ വിളിച്ചു കൊണ്ടുപോയ സംഭവങ്ങൾ എനിക്കിപ്പോഴും നന്നായിട്ട് ഓർമ്മയുണ്ട്. ഒരിക്കൽ മാത്രമല്ല, പല സന്ദർഭങ്ങളിൽ, പല കേസുകളിൽ. പറഞ്ഞു വന്നത്, ചിലപ്പോൾ നമുക്കിങ്ങനെ ഉള്ളിടത്ത് പ്രതികരിക്കുവാൻ പരിമിതികൾ കാണും. നമ്മളെ കേൾക്കാനും ഉൾക്കൊള്ളാനും ആള് കാണില്ല എന്ന് കരുതി നാം ആ തെറ്റുകളോട് അനുരഞ്ജനം, കോംപ്രമൈസ് നടത്തരുത്. അങ്ങനെ നമുക്ക് പ്രതികരിക്കാൻ കഴിയാതെ തള്ളപ്പെടുന്ന അവസ്ഥയാണെങ്കിൽ ആ സഹോദരനും കുടുംബവും ചെയ്തതുപോലെ ദൈവസന്നിധിയിൽ ഉപവസിച്ചും കരഞ്ഞും കൊണ്ടിരിക്കുക, യഹോവയെ രക്ഷിക്കണമേ എന്ന്.
ദൈവം തീർച്ചയായും ആ പ്രാർത്ഥനകളെ കൈക്കൊള്ളും. അബ്രഹാം സൊദോം ഗൊമോറയ്ക്ക് വേണ്ടി, ലോത്തിനും കുടുംബത്തിനും വേണ്ടി കർത്താവിനോട് കരഞ്ഞതുപോലെ, ഇടിവിൽ നിന്നതുപോലെ, ലോത്ത് സൊദോം ഗൊമോറയിൽ പാർക്കുമ്പോൾ പോലും അവിടുത്തെ ചെയ്തികളോട് അനുരഞ്ജനം ചെയ്യാതിരുന്നതുപോലെ നാം നിന്നാൽ കർത്താവ് കുറഞ്ഞപക്ഷം ആ സ്ഥലങ്ങളെയോ സഭകളെയോ കൂട്ടായ്മകളെയോ ശിക്ഷ വിധിക്കുമ്പോഴെങ്കിലും അതിൽ നിന്നും കർത്താവ് നമ്മെ വലിച്ചു മാറ്റും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഒരു തരത്തിലും നമുക്ക് ഒത്താലുമില്ലെങ്കിലും, നമ്മളെ കൊണ്ടാലും നമ്മളെ കളഞ്ഞാലും, സ്തോത്രം, നാം ദൈവവചനത്തിൽ നിന്ന് ദൈവാത്മാവ് നമ്മെ പഠിപ്പിച്ച നിലപാടുകൾക്ക് വേണ്ടി നിലനിൽക്കുക. സ്തോത്രം. നാം ഒറ്റപ്പെട്ടേക്കാം, സാരമില്ല. ഇപ്പോഴും എനിക്കറിയാം ചില സഭകളിലെ ചില സഹോദരങ്ങൾ എന്നോട് സംസാരിക്കാറുണ്ട്. നമ്മുടെ ഈ ക്ലാസ്സുകൾ കേട്ടിട്ട് അദ്ദേഹം ലൈവിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നയാളല്ല, എന്നാൽ നമ്മുടെ റെക്കോർഡിങ്സ് കേൾക്കുന്നയാളാണ്, യൂട്യൂബിൽ കാണുന്നയാളാണ്. ഈ കഴിഞ്ഞ ആഴ്ചയും അദ്ദേഹം എനിക്ക് മെസ്സേജ് അയച്ചു. ഞാനിപ്പോൾ സഭയിൽ പോകുന്നുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ഒരു ട്രാൻസ്ലേറ്ററും കൂടെയാണ്. ആ ചർച്ചിൽ പലപ്പോഴും ട്രാൻസ്ലേഷൻസ് ആവശ്യമുള്ളപ്പോൾ ഇദ്ദേഹത്തെയാണ് വിളിക്കുന്നത്. എന്നാൽ അദ്ദേഹം ചോദിക്കും, ആരാ പ്രസംഗിക്കുന്നത്? ഇന്നയാളാ. സോറി, അദ്ദേഹത്തിൻ്റെ വ്യാഖ്യാനങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളോട്, ആശയങ്ങളോട് എനിക്ക് യോജിപ്പില്ലാത്തത് കൊണ്ട് ഞാൻ അതിനെ ട്രാൻസ്ലേഷന് വരുത്തില്ല. പ്രതികരിക്കുവാനായിട്ട് നമുക്ക് നിലപാടുണ്ട്. എൻ്റെ നിലപാട് ഇതാണ്. സ്തോത്രം. അത് ദൈവവചനപ്രകാരം ശരിയാണെങ്കിൽ നമ്മുടെ പ്രതികരണവും ദൈവവചനപ്രകാരം ഒരു ക്രിസ്ത്യാനി, ക്രിസ്തു ശിഷ്യൻ എന്ന നിലയിൽ ആ പരിമിതിയിൽ നിൽക്കുന്നതാണെങ്കിൽ നമുക്കതിന് പറ്റും എന്നാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ, ഇന്നലെ കണ്ടതും. ഒന്നും കൂടെ ഞാനതങ്ങ് ഓർപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അടുത്ത ഭാഗത്തേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ കാണുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ, ഇന്നലെ നമ്മൾ ചിന്തിച്ചതോട് ചേർത്താണ് ചിന്തിക്കുന്നത്. ദ റൈറ്റ്ഷ്യസ് റൂൾ ഓഫ് ദ സൺ ഓഫ് ഗാഡ്. സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നീതിയുള്ള ഭരണത്തെക്കുറിച്ചാണ് നാം വായിക്കുന്നത്. ആ വാക്യങ്ങളിൽ നമ്മൾ കാണുന്നു പുത്രനോട് പിതാവായ ദൈവം പറയുന്നത്. സങ്കീർത്തനത്തിൽ നിന്നുള്ള ഉദ്ധരണിയാണല്ലോ. സ്തോത്രം. അവിടെ ഇംഗ്ലീഷിലും നാം കാണുന്നുണ്ട്, ബട്ട് യു ഓ ലോർഡ്. സ്തോത്രം. അപ്പം പുത്രനോടോ ദൈവമേ നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളത് നിൻ രാജ്യത്തെ ചെങ്കോൽ, നേരുള്ള ചെങ്കോൽ. ബട്ട് യു ഓ ലോർഡ്. മലയാളത്തിൽ നമുക്ക് ആ ബട്ട് എന്ന ഒരു പദത്തെ കാണാൻ സാധിക്കുന്നില്ല. അത് ഒരു വിഷയത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറുമ്പോൾ ഗ്രീക്കിൽ പൊതുവെ ഉപയോഗിക്കുന്ന ഒരു രീതിയാണ്. എന്നാലോ എന്ന അർത്ഥത്തിൽ. സ്തോത്രം. അവിടെ പറയുന്നത് ദൂതന്മാരും ക്രിസ്തുവും ദൈവപുത്രനും തമ്മിലുള്ള വ്യത്യാസത്തെ എടുത്തു പറയാൻ വേണ്ടിയാണ് ബട്ട്. മലയാളത്തിൽ നമുക്ക് പുത്രനോടോ എന്നാണ്. ആ പുത്രനോടോ എന്നുള്ളത് ഇംഗ്ലീഷ് വരുമ്പോൾ ബട്ട് ടു
അത് ഗ്രീക്കിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അവിടെ ദൂതന്മാരെയും പുത്രനെയും തമ്മിൽ എടുത്ത് വേർതിരിച്ച് കാണിക്കുന്ന ഒരു പ്രയോഗം എന്ന് മാത്രമേ ഉള്ളൂ. സ്തോത്രം. എന്നിട്ട് പറയുന്നത് A.W. പിങ്ക് എന്ന് പറയുന്ന എഴുത്തുകാരൻ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എനിക്ക് ഒരു സന്തോഷമായിട്ട് തോന്നിയെന്ന് വായിച്ച് കേൾപ്പിക്കാം. A.W. പിങ്ക് കമൻസ്, ഹൗ ഷാർപ്പ് ഈസ് ദ ആൻറ്റിതീസിസ്. ആ ഒരു വ്യത്യാസം എത്ര കൃത്യമാണ്. ഹൗ immeasurable the gulf which separates between creature and the creator. ഇവിടെ ദൂതന്മാരും ദൈവപുത്രനായ ക്രിസ്തുവും. അതിന് A.W. പിങ്ക് പറയുകയാണ്, സൃഷ്ടിയും സ്രഷ്ടാവും തമ്മിലുള്ള ആ വിടവ് എത്രയോ വലുതായിട്ട് ഇവിടെ കാണിച്ചിരിക്കുന്നു. The angels are but spirits. The Son is God. ഇവിടെ പുത്രൻ ദൈവം, ദൂതന്മാർ വെറും ആത്മാക്കൾ മാത്രം. They are but ministers. His is the throne. സ്തോത്രം. ഗുഡ് മോളെ. ഹന്ന അത് ഇട്ടിട്ടുണ്ട് ചാറ്റ് ബോക്സിൽ. അവിടെ ഈ ദൂതന്മാർ നമ്മൾ നേരത്തെ കണ്ടതുപോലെ they are ministers, ശുശ്രൂഷക്കാരാണ്. ബട്ട് his sons is the throne. സിംഹാസനം പുത്രനുള്ളതാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, they are but a flame of fire, the executioners of judgment, but Christ is the one who commands and commissions them. അവരെക്കുറിച്ച് നമ്മൾ വായിക്കുന്നു, അവർ ഫ്ലെയിം ഓഫ് ഫയർ, അവര് അഗ്നിജ്വാലകൾ, ദൂതന്മാരെ അഗ്നിജ്വാലകൾ എന്ന് വിളിച്ച് നമ്മൾ കണ്ടല്ലോ. അവർ അഗ്നിജ്വാലകൾ എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ ന്യായവിധി നടപ്പിലാക്കുന്നവർ എന്നർത്ഥം. ദൈവത്തിൻ്റെ ന്യായവിധിയെ നടപ്പിലാക്കുന്നവർ. പക്ഷേ പുത്രനോ അവർക്ക് ആജ്ഞ കൊടുക്കുന്നവൻ, അവരുടെ കമാൻഡർ, കമ്മീഷണർ. സ്തോത്രം. കമ്മീഷണർ. അതെ, എത്ര വലിയ വ്യത്യാസമാണ് പുത്രനും ദൂതന്മാരും തമ്മിൽ ഉള്ളതായി നാം കാണുന്നത്. സ്തോത്രം. 1-ാം നൂറ്റാണ്ടിലെ ദൂതാരാധന വളരെ വർദ്ധിച്ചു വന്ന കാലത്ത് ഇങ്ങനെ ഒരു ഉപദേശം വളരെ അത്യാവശ്യമായിരുന്നു. ദൂതന്മാരെക്കാൾ യേശുക്രിസ്തുവിനുള്ള ശ്രേഷ്ഠതയെ വിവരിക്കുന്ന, ദൂതന്മാരിൽ നിന്ന് ക്രിസ്തുവിലേക്ക് ശ്രദ്ധയെ തിരിക്കുന്ന ഒരു ഉപദേശം അന്ന് വളരെ അത്യന്താപേക്ഷിതമായിരുന്നതുകൊണ്ട് അങ്ങനെ കൊടുക്കുക. അതാണ് നമ്മൾ കൊലോസ് ലേഖനം 2:18 നേരത്തെ തന്നെ കണ്ടിട്ടുള്ളതാണല്ലോ, പൗലോസ് ഖണ്ഡിക്കുന്നത്. ഒന്നും കൂടെ ആ വാക്യം വായിക്കാം. കൊലോഷ്യൻസ് 2:18. താഴ്മയിലും ദൂതന്മാരെ ആരാധിക്കുന്നതിലും രസിച്ച് സ്വന്തം ദർശനങ്ങളിൽ പ്രവേശിക്കുകയും. വായിച്ചു പൂർത്തീകരിക്കത്. തൻ്റെ ജഡമനസ്സിനാൽ വെറുതെ ചീർക്കുകയും തലയെ മുറുകെ പിടിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ ആരും നിങ്ങളെ വിരുദ തെറ്റിക്കരുത്. ഡു നോട്ട് ബി ഡിസീവ്ഡ്. നിങ്ങൾ ചതിക്കപ്പെടരുത്, വഞ്ചിക്കപ്പെടരുത്, ആരും നിങ്ങളുടെ വിരുദ തെറ്റിക്കരുത്.
എങ്ങനെയുള്ളവരാ? ആ വിരുത് തെറ്റിക്കുന്നവരുടെ തെറ്റുകളിൽ ഒരെണ്ണമാണ് ദൂതന്മാരെ ആരാധിക്കുക. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവിടെയുണ്ട്, അവിടേക്ക് നമ്മൾ പോകുന്നില്ല. ഇപ്പോൾ കൊലോസ്യ സഭയിൽ ഉണ്ടായിരുന്ന കുറേ, അല്ലെങ്കിൽ കൊലോസ്യ സഭ നേരിട്ട വെല്ലുവിളികൾ മുമ്പും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ജെ വൈറസ് എന്നൊരു വൈറസ് ആയിരുന്നു എന്ന ഒരു ദുരുപദേശ കീടാണുവായിരുന്നു കൊലോസ്യ സഭയിലെ പ്രശ്നമെന്ന്. ജെ സ്റ്റാൻഡ്സ് ഫോർ ജൂഡായിസം ആൻഡ് ജി സ്റ്റാൻഡ്സ് ഫോർ നോസ്റ്റിസിസം. യഹൂദവാദവും ജ്ഞാനവാദവും, നോസ്റ്റിക്സ് ജ്ഞാനവാദികൾ. ഈ ജ്ഞാനവാദികൾ ഉന്നയിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ പണ്ട് കണ്ടത്. ഗാഡ് ഈസ് സോ ട്രാൻസെൻഡന്റ്. ദൈവം അങ്ങ് വളരെ സൃഷ്ടിയിൽ നിന്നും അകന്ന് സൃഷ്ടിയോട് അടുക്കാൻ ഒക്കാത്തവനായി നിൽക്കുന്ന ഒരു വലിയ അതീശനായി നിൽക്കുന്നവനാണ്. ആ ദൈവത്തിന് മനുഷ്യരുമായിട്ട് അടുക്കാൻ സാധ്യമല്ല, നേരിട്ടുള്ള ബന്ധങ്ങൾ സാധ്യമല്ല. അതുകൊണ്ട് ദൈവം ദൂതന്മാരെ ഇടനിലക്കാരായി നിർത്തുന്നു. നമുക്കും ദൈവത്തോട് നേരിട്ട് ബന്ധമൊക്കത്തില്ല, അതുകൊണ്ട് ദൂതന്മാർ മുഖാന്തരമേ നമുക്കും ദൈവത്തോട് അടുക്കാൻ പറ്റൂ എന്ന് പറഞ്ഞ് ദൂതന്മാരുടെ പ്രാധാന്യം ഒത്തിരിയാണ്. ഏഞ്ചൽസ്, സെമി ഗോഡ്സ് എന്നൊക്കെ അവരെ വിളിക്കുന്നുണ്ട്. പാതി ദൈവങ്ങൾ, മനുഷ്യനുമല്ല ദൈവവുമല്ലാത്ത ഇന്റർമീഡിയറ്റ്സ് ആയിട്ടുള്ള മധ്യവർത്തികളായ വ്യക്തിത്വങ്ങൾ എന്ന നിലയിൽ ദൂതാരാധന വളരെ വർദ്ധിപ്പിച്ച, അതിന് പ്രാധാന്യം കൊടുത്തിരുന്ന ജ്ഞാനവാദം, പല തത്വചിന്തകൾ, ഫിലോസഫീസ് കൊലോസ്യ സഭയുടെ കൊലോസ്യ സഭയ്ക്ക് ഭീഷണിയായിരുന്ന കുറെ തത്വസംഹിതകൾ, അവയുടെയൊക്കെ ചില ഭാഗങ്ങളിലാണ് ഇതുണ്ടായിരുന്നത്. അങ്ങനെയുള്ളവരാരും നിങ്ങളുടെ വിരുത് തെറ്റിക്കരുതെന്ന് പൗലോസ് അവരെ ഉദ്ബോധിപ്പിക്കുന്നു. ഡു നോട്ട് ബി ഡിസീവ്ഡ്. സ്തോത്രം. അത് പാടില്ല. വാരൻ വേഴ്സ്ബി പറയുന്നത്, ഏഞ്ചൽസ് മിനിസ്റ്റർ ബിഫോർ ദ ത്രോൺ, ദേ ഡു നോട്ട് സിറ്റ് ഓൺ ദ ത്രോൺ. സിംഹാസനത്തിന് മുമ്പിൽ അവർ ശുശ്രൂഷക്കാരായിട്ട് നിൽക്കുന്നേ ഉള്ളൂ, അവര് സിംഹാസനത്തിൽ ഇരിക്കുന്നില്ല. സ്തോത്രം. ദൂതന്മാർക്ക് സ്വർഗത്തിൽ സിംഹാസനങ്ങൾ ഇല്ല. സ്തോത്രം. അവർക്ക് അങ്ങനെ ഇരുന്നരുളാനായിട്ടൊന്നും നൽകിയിട്ടില്ല. ചിലപ്പോൾ നമ്മുടെ സംശയം ലൂസിഫറിനെ കുറിച്ച് പറയുന്നിടത്തേക്ക് പോകാൻ സാധ്യതയുണ്ട്. ഞാൻ എൻ്റെ സിംഹാസനം അങ്ങ് ദൈവത്തിൻ്റെ സിംഹാസനത്തിന് മീതെ വയ്ക്കുമെന്നൊക്കെ പറഞ്ഞത്, അത് അവൻ ദൈവത്തെക്കാൾ ഉയരും, അവന് സിംഹാസനമുണ്ടെന്നല്ല, അവൻ ദൈവത്തിന് മീതെ ഉയർന്ന് സിംഹാസനസ്ഥനാവും എന്ന പ്രയോഗമാണ്. സ്വർഗത്തിൽ ഒരു സിംഹാസനം ഒഴിച്ചിട്ടിരിക്കുകയായിരുന്നു എന്നൊക്കെ പ്രസംഗങ്ങളൊക്കെ പലതും നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ആ സിംഹാസനത്തിൽ ഇവൻ കയറിയിരിക്കുമെന്നാ പറഞ്ഞതെന്നൊക്കെ നമ്മുടെ ചില വ്യാഖ്യാതാക്കൾ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. അവിടെ ഒരു സിംഹാസനം അങ്ങ് അനാദികാലം മുതൽ ഒഴിഞ്ഞു കിടന്നിരുന്നു, അതേലാണ് ഇവൻ നോട്ടമിട്ടിരുന്നത് എന്നൊക്കെയുള്ള വ്യാഖ്യാനങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്.
അപ്പോൾ ദൂതന്മാരാരും സിംഹാസനത്തിൽ ഇരിക്കുന്നില്ല, എന്നാൽ നമുക്ക് കർത്താവ് തൻ്റെ സിംഹാസനത്തിൽ തന്നെ ഇരിക്കുവാൻ വരം നൽകും എന്ന വാഗ്ദത്തം നമ്മൾ കേട്ടിട്ടുമുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ തിരുവെഴുത്തിൽ, വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന് നമ്മൾ വായിച്ചത് 3-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിൽ തന്നെ നാം അത് കാണുന്നുണ്ട്. അപ്പോൾ ദൂതന്മാർ സിംഹാസനത്തിന് മുമ്പിൽ ആജ്ഞാനുവർത്തികളായി നിൽക്കുമ്പോൾ നമ്മുടെ കർത്താവ് സിംഹാസനത്തിൽ ഇരുന്ന് അവർക്ക് ആജ്ഞ കൊടുക്കുന്നവനാണ്. സ്തോത്രം. ദൂതന്മാരെക്കാൾ നമ്മുടെ കർത്താവിൻ്റെ ശ്രേഷ്ഠതയെ ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. സ്തോത്രം. അപ്പം നമ്മുടെ കർത്താവ് ഇത്ര ശ്രേഷ്ഠനാകയാൽ ഈ അതിശ്രേഷ്ഠനായ കർത്താവിനെ നമ്മുടെ ജ്യേഷ്ഠ സഹോദരനായി നമുക്ക് ലഭിച്ചതിനാൽ സ്തോത്രം. നാം ധന്യരാണ്, നാം ഭാഗ്യമുള്ളവരാണ്. നാം ഭാഗ്യമുള്ളവരായിരിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ മറ്റൊന്നുമല്ല, നമ്മുടെ ദൈവം തന്നെയാണ് നമ്മുടെ ഭാഗ്യത്തിന് അടിസ്ഥാനം. സ്തോത്രം. ഓരോ പാർട്ടിക്കാരവരുടെ നേതാക്കന്മാരെ കുറിച്ച് അഭിമാനിക്കുമല്ലോ. ഇന്നയാളിൻ്റെ പാർട്ടിയിലാണ് ഞാൻ. ഈവൻ നമ്മുടെ സഭകളിൽ പോലും ഇന്ന പാസ്റ്ററിൻ്റെ ചർച്ചിലാണ് ഞാൻ എന്നൊക്കെ. നമ്മുടെ ശ്രേഷ്ഠത നമ്മുടെ ദൈവം ആര് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നാം വായിക്കുന്നത്, യഹോവ ദൈവമായിരിക്കുന്ന ജാതി, യഹോവ തനിക്ക് അവകാശമായി തിരഞ്ഞെടുത്ത ജനം ഭാഗ്യമുള്ളത്. സ്തോത്രം. നമ്മളതുകൊണ്ടാണ് പാടുന്നത്, യഹോവ ദൈവമാം വിശുദ്ധ ജാതി നാം, അവൻ അവകാശമാം ജനം നാം. ഇങ്ങനെ ധന്യരായ വേറെ ഒരു ജാതിയുണ്ടോ? സ്തോത്രം. ആ ശ്രേഷ്ഠത നാം മനസ്സിലാക്കിക്കൊണ്ട് മുൻപോട്ട് ജയകരമായി പോകുവാൻ ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.